തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന് കൈമാറി KPCC പ്രസിഡന്റ്. നിലവിലുള്ള പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചതോടെയാണ് KPCC വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ എൻ ശക്തന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതല നൽകിയത്. കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കലെന്ന ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടെയാണ് പാലോട് രവിക്ക് പുറത്തു പോകേണ്ടി വന്നത്. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് പാലോട് രവിക്ക് ഇന്നലെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. KPCC നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ ശക്തന് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മന്ത്രിയും നിലവിൽ ഇപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എൻ ശക്തന് ഇത്തരത്തിൽ തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകിക്കൊണ്ടൊരു തീരുമാനമായിട്ടുള്ളത്. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അടുത്ത 2 മാസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ പുനഃസംഘടന ഉണ്ടാകും. പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ DCC അധ്യക്ഷന്മാരുടെ നിലവിലെ DCC അധ്യക്ഷന്മാരെ മാറ്റി പുതിയ DCC അധ്യക്ഷൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അതുവരെ സംഘടനാ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ താൽക്കാലിക ചുമതല എൻ ശക്തനിലേക്ക് വന്നു ചേരുന്നത്. പാലോട് രവി രാജിവെച്ച ഒഴിവിലേക്കാണ് എൻ ശക്തനെ താൽക്കാലിക DCC അധ്യക്ഷനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം പാലോട് രവിയെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമായിരുന്നു നടത്തിയത്. അതായത് തെറ്റായ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരനാണ് മറ്റൊരു കോൺഗ്രസ്സുകാരനെ എപ്പോഴും ചതിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പാലോട് രവി ഇത്തരത്തിൽ വാമനാപുരം ബ്ലോക്ക് പ്രസിഡന്റിനോട് സംസാരിക്കുന്ന 8.5 മിനിറ്റുള്ള വീഡിയോ, 8.5 മിനിറ്റുള്ള ഓഡിയോ, ആ 8.5 മിനിറ്റുള്ള ഓഡിയോ സന്ദേശം പൂർണ്ണമായും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ പാലോട് രവിക്ക് ഇത്തരത്തിൽ ആ സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ടതായിട്ട് വരില്ല. പറഞ്ഞതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില വാക്കുകൾ എടുത്തു പറഞ്ഞത് അത് വലിയ രീതിയിൽ സംഘടനയെ ഇകഴ്ത്തിക്കാട്ടുന്ന രീതിയിലായിപ്പോയി എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 9.5 വർഷമായിട്ട് സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലില്ല. വരും കാലങ്ങളിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അധികാരത്തിലേക്ക് വന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കുന്ന ഒത്തൊരുമയില്ലാത്ത നേതാക്കന്മാരെ ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യമെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആരെയും പിണക്കാതെ മുന്നോട്ട് പോവുക എന്നാണ് തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 ഇടങ്ങളിൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ഉള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലൊരു നിർബന്ധ ഘട്ടം വരുമ്പോഴാണ് ഇത്തരത്തിൽ ഏപ്രിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ അത് ഈ ഒരു ഘട്ടത്തിൽ പുറത്ത് വിടേണ്ടി വന്നതെന്നൊരു വാർത്തയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. DCC അധ്യക്ഷന്മാർക്ക് മത്സരിക്കാമോ അല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു പ്രതികരണം. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ലാതെ നിർബന്ധിച്ച് ഉള്ളൊരു സീറ്റ് വാങ്ങൽ, ആ ഒരു സീറ്റ് വാങ്ങൽ സാധ്യമാകില്ല എന്നൊരു ധ്വനിയും കൂടി ആ പ്രതികരണത്തിലുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാലോട് രവിയെ പുറത്താക്കുക എന്നുള്ളത് KPCCയുടെ കൂടെ ആവശ്യമായിരുന്നു. കാരണം നിർബന്ധിച്ച് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ട് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അടുത്ത കുറച്ച് മാസത്തേക്ക് കൂടിയാണ് എൻ ശക്തനെ DCCയുടെ അല്ലെങ്കിൽ DCC അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലൊന്നും ഇതുവരെ ചർച്ച വന്നിട്ടില്ല. തുടർന്നുള്ള പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ, ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. കോൺഗ്രസിന് കൂടുതൽ മേൽക്കോയ്മ നേടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലോട് രവി വ്യക്തമായിട്ട് ആ ഓഡിയോയിൽ പറയുന്നുണ്ട്, 3ാം പ്രാവശ്യവും LDF അധികാരത്തിൽ വരും, BJP 60 ഇടങ്ങളിൽ മേൽക്കോയ്മ കൊയ്യും, BJP വലിയ രീതിയിൽ മുന്നോട്ട് വരികയും കോൺഗ്രസ് 3ാം സ്ഥാനത്ത് താഴെപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും വർത്തമാന രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഒരുപക്ഷെ അദ്ദേഹം ആശങ്കയായി കൂടി പങ്കുവെച്ചത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. എന്തായാലും പാലോട് രവി പുറത്തുപോയി എൻ ശക്തനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പുനഃസംഘടന വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുതിയ DCC അധ്യക്ഷൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KP. ശരി, ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.